പ്രിയ ഗ്രാമവാസികളെ നമസ്കാരം. മയക്കുമരുന്നിൻ്റെ വിപത്തിനെപ്പറ്റിയും മറ്റും എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കൂടുതലായൊന്നും എനിക്ക് പറയാനില്ല. നാശം മാത്രം നൽകുന്ന ലഹരി മരുന്നുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മുടെ അനഘാലക്ഷ്മി നയിക്കുന്ന ബോധവൽക്കരണ യജ്ഞത്തിൽ പങ്കാളികളാകാൻ എല്ലാ പേരോടും, പ്രത്യേകിച്ച് സ്കൂൾ, കോളേജ് കുട്ടികളോട് അഭ്യർത്ഥിക്കുന്നു. പരിപാടിയുടെ വിജയത്തിനായി ഇനിയും എല്ലാ പേരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യ ലഹരിമുക്ത ഗ്രാമമായി തെരഞ്ഞെടുത്തതിന് തെളിവായി സർക്കാർ നൽകിയ വിളംബര സന്ദേശം നമ്മുടെ സെക്രട്ടറി അനിൽകുമാർ വായിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വിളംബര സന്ദേശം. സംസ്ഥാന തദ്ദേശ വകുപ്പും പോലീസ് ആൻഡ് എക്സൈസ് വകുപ്പും സംയുക്തമായി കഴിഞ്ഞ 2 മാസം കായലോരം ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായ നിരീക്ഷണം നടത്തുകയുണ്ടായി. മദ്യമയക്കുമരുന്ന് വിരുദ്ധ നടപടികളും ബോധവൽക്കരണ പരിപാടികളും ഈ പഞ്ചായത്ത് ഊർജ്ജസ്വലമായി നടത്തുന്നതിനാൽ ഈ കാലയളവിൽ ലഹരിക്കടിമയായിട്ടുള്ള ഒരാളെപ്പോലും പഞ്ചായത്തിലൊരിടത്തും കാണാൻ കഴിഞ്ഞില്ല. ഭാവിയിലും ഈ അവസ്ഥ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ കായലോരം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യ ലഹരിമുക്ത ഗ്രാമമായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. കായലോരം പഞ്ചായത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ ഗ്രാമം ലഹരിമുക്തമാക്കിയെടുക്കാൻ രാപ്പകലില്ലാതെ അക്ഷീണം പ്രവർത്തിച്ചവരുടെ മുന്നണിയാളായി നിന്ന അനഘാലക്ഷ്മിയെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല, പ്രവർത്തിച്ചേ പരിചയമുള്ളൂ. ഈ സന്തോഷാവസരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബോധവൽക്കരണ യജ്ഞത്തിൽ മുന്നണിയാളാവുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ 1ാം ജന്മത്തിലെ തിക്താനുഭവങ്ങളാണ്. ഇത് എൻ്റെ 2ാം ജന്മമാണ്. ഈ 2ാം ജന്മം നൽകി എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും പ്രാപ്തയാക്കിയതും ജീവാനന്ദൻ സാറും എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കൃഷ്ണലത ചേച്ചിയുമാണ്. അതിന് ഞാൻ ജീവിതാവസാനം വരെ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പൂർവ്വകാലം നിങ്ങളിൽ പലർക്കും അറിയാനിടയില്ല. ഏകദേശം 20-22 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകാരുടെ ചതിയിൽപ്പെട്ട് മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരുവളായിരുന്നു ഞാൻ. വടക്കൻ മലബാറിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ കൃഷിപ്പണിക്കാരായ അച്ഛനമ്മമാരുടെ ഏക മകളാണ് ഞാൻ. സ്കൂൾ ഫൈനൽ പാസ്സായ എന്നെ നല്ല വിദ്യാഭ്യാസം നൽകി ഉന്നത ജോലിക്കാരിയാക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. അവരെന്നെ പട്ടണത്തിലുള്ള ഒരു കോളേജിൽ കൊണ്ടുപോയി ആക്കി. അതിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ തന്നെ എനിക്ക് താമസ സൗകര്യവും ഒരുക്കി. അവസാന വർഷം എൻ്റെ റൂമിലേക്കൊരു കൂട്ടുകാരി താമസത്തിനായി വന്നു. അവളത്ര നല്ലവളായിരുന്നില്ല. പട്ടണത്തിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായിരുന്നു എൻ്റേത്. ഒരു പൊട്ടപ്രായം. അയ്യോ, പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കണ? എന്തേ, പെണ്ണുങ്ങൾക്ക് വലിക്കാൻ പാടില്ലേ? ആണുങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പെണ്ണുങ്ങൾക്കും ചെയ്യാം. ഇതൊന്നും ശരിയല്ല ജൂലി, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതൊന്നുമല്ല. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. അതൊക്കെ പരസ്യവാചകങ്ങളല്ലേ? എന്നിട്ട് ആളുകൾ പോലും നിർത്തിയില്ലല്ലോ. സ്മോക്കിംഗ് ഈസ് ആൻ എനർജൈസർ ടു ദി തോട്ട് പ്രോസസ്. ഇറ്റ് അപ്രൂവ്സ് ദി ടെൻഷൻസ്. എടി പെണ്ണെ, എല്ലാ ആവശ്യത്തിനാകാം, നമുക്കൊരു കൺട്രോൾ ഉണ്ടായാൽ മതി. ടെൻഷൻ മാറാൻ ഇതിലും വലിയ മരുന്നില്ല. നിനക്ക് ടെൻഷനുണ്ടോ? ഇതിൽ നിന്ന് 2-3 പുകയെടുത്താൽ മതി. സെക്കൻഡിനുള്ളിൽ നിന്റെ ടെൻഷൻ പമ്പ കിടക്കും. പിന്നെ നീ ഒരു മായിക ലോകത്തായിരിക്കും. ബുദ്ധിയും ശ്രദ്ധയും ടു ഷാർപ്പായിരിക്കും. ഇത് കൊള്ളാണോ? എനിക്കാണെങ്കിൽ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. നീ ഇതിൽ നിന്ന് 2 പുകയെടുത്ത് നോക്ക്. അപ്പോൾ അറിയാം
ഒരു ഡിഫറെന്റ് ചെയർഫുൾ ഫീലിംഗ്. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. വേണ്ടെങ്കിൽ വേണ്ട, ടെൻഷൻ അടിച്ച് ജീവിക്കാനാണ് നിന്റെ വിധി. എടി കോളേജ് മിക്കവരും ഇതൊക്കെ അടിച്ചാണ് പഠിക്കണതും നല്ല മാർക്കോടെ പാസ്സാകണതും. ഇതൊക്കെ ഉള്ളതാണോടി? വിശ്വസിക്കാമോ നിന്ന? എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. വിശ്വാസം വരണമെങ്കിൽ നീ ഇത് പരീക്ഷിച്ച് നോക്കണം. മെല്ലെ നീ ഒരു പുകയെടുത്ത് നോക്ക്. സാറേ, ഇവരാണ് ആ വാക്വേയിൽ കഞ്ചാവടിച്ച് കുഴപ്പമുണ്ടാക്കിയത്. ഇവന്മാരോ? എല്ലാവരും നല്ല ഫോമിലാണല്ലോ, മഹാന്മാരും മഹതികളും. വന്ന് വന്ന് നാട്ടുകാരെ മേലെ കുതിര കയറാൻ തുടങ്ങിയില്ലേ? പബ്ലിക് നോയ്സൻസ്. ഹരി, ഇവരെ പേരും അഡ്രസ്സും നോട്ട് ചെയ്തിട്ട് ഇവരെ പാരൻസിനെ വിളിച്ചു വരുത്ത്. തൽക്കാലം ഇവര് സെല്ലിൽ കിടക്കട്ടെ. യെസ് സാർ. അതൊക്കെ സാറ് തീരുമാനിച്ചോളും. നിങ്ങളാരും ഉത്തരവിടണ്ട. നടക്കടാ നടക്കടാ. വത്സല, ഇവരെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ലേഡീസിന്റെ. മോളെ അനഘെ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ അമ്മയാണ് മോളെ. മോളെ വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മോളെ. നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിച്ച് ചികിത്സിക്കാം മോളെ. വാ മോളെ. ഒന്ന് പോണണ്ട. എനിക്കൊരു സൂക്കേടുമില്ല, ഒന്നുമില്ല. എനിക്കാരെയും കാണാൻ വേണ്ട. ഒന്ന് വെറുപ്പിക്കാതെ പോ. വേണ്ട, മോളെ ശല്യപ്പെടുത്തണ്ട. അവളവിടെ ഇരുന്നോട്ടെ. മോള് കൈവിട്ടു പോയി. നമ്മുടെ മോഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു കല്യാണി. വാ, നമുക്ക് പോവാം. എന്റെ മുത്തപ്പ, എന്റെ മോളുടെ അസുഖം മാറ്റി കൊടുക്കണേ. മുത്തപ്പനായിട്ടൊരു വെള്ളാട്ട് കഴിപ്പിച്ചേക്കാമേ. അനഘ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ജൂലി എന്നെ ചതിച്ചതാ. അത് മനസ്സിലാക്കിയെങ്കിൽ നിനക്ക് നല്ലത്. അവള് നിന്നെ കുഴിയിലിറക്കിയിട്ട് പോയില്ലേ? ഞാനൊരു ബാഡ് ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. അയ്യോ, ബാഡ് ന്യൂസാ? ആ, നിന്റെ അച്ഛനും അമ്മയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ. അയ്യോ, നീ ഉടനെ പോണം. ഒറ്റയ്ക്ക് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി. ചടങ്ങ്? എന്റെ അച്ഛ, എപ്പോഴായാലും അറിയേണ്ടതല്ലേ. കരിമ നോക്കടാ, അവളെ പോക്കിനൊരു പന്തി കേട്ടില്ലേ? ശരിയാണല്ലടാ, ആ പോക്കത്ര ശരിയല്ലേ? എടാ, നീ ശ്രദ്ധിച്ചോടാ. അന്ന് ആ വാക്കോയില് പോലീസ് ആ മരുന്നെടുത്ത് കൂട്ടത്തെ പിടിച്ചില്ലേ? ആ, അതിരിവിടെ പോൾ തിരുത്തിണ്ടായിരുന്നില്ലേ? ശരിയാണല്ല. നീ ഓർക്കണില്ലേ? അതെ,
ഡാ ഇനി എങ്ങാനും അവള് മരുന്നടിച്ച് കിറങ്ങി പോവാണോ? ഇത്ര ചെറുപ്പത്തിലെ ജീവിതം നശിപ്പിച്ചല്ലോ എൻ്റെ കർത്താവേ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? എടുത്തിയാട്ടത്തിൽ കൂടുതലാണ്. അവളുടെ ജീവൻ ട്രെയിൻ എടുക്കാൻ പാടില്ല. വന്ന് വന്നേ കൈവ പിടിച്ചു മാറ്റടാ. എന്തിനാ മോളെ ഈ കടുകൈ ചെയ്യാൻ പോയത്? പടച്ചോൻ തന്ന ജീവിതം നമുക്ക് ഇല്ലാതാക്കാൻ അർഹതയില്ലെന്ന്. ഈ ദുനിയാവിൽ നമ്മളെ പടച്ചോട്ടിരുന്നത് അന്യർക്ക് ഗുണം ചെയ്ത് ജീവിക്കാനാണ്. ഇനിയൊന്നും ഇങ്ങനെ ചെയ്യരുതട്ട. കരിമതി പോലീസിനെ വിളിച്ചേ. തനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ താൻ പോലീസിൽ പരാതി കൊടുക്കേണ്ടിയിരുന്നു. അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കുട്ടി. മരിക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു സാർ. ഹരിലാൽ, ആ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ശരി, അവരെ വിളിക്ക്. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കണ നിപ്പ് കണ്ടില്ലേ? ഇങ്ങോട്ട് നീങ്ങിക്കടാ. ഇവിടെ അറിയാമോ നിങ്ങൾക്ക്? എന്താടാ നിങ്ങൾക്ക് നാവില്ലേ? അറിയാം സാർ. ഇതിലാരാടാ പ്രണോയ്? ഞാനാണ് സാർ. അപ്പൊ നീയാണ് അനഘയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്. ഇവന്മാര് കൂട്ടുപ്രതികളും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മൂന്നാൾക്കും തൂക്കേറി കിട്ടിയനെ. സാറേ, അനഘ ആത്മഹത്യ ചെയ്യാൻ പോയതിന് ഞങ്ങളെങ്ങനെ കാരണക്കാരാണ്? അപ്പൊ നിങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ബ്ലാഡി ഫൂൾസ്. എടാ, നീ അവളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചില്ലേ? സാറേ, അവളുടെ സമ്മതത്തോടെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത്. പിന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അവൾക്ക് മറ്റു പലരുമായിട്ട് ബന്ധമുണ്ട് സാറേ. കള്ളം പറയുന്നോടാ റാസ്കൾ. നിന്റെ വീട്ടിൽ നിന്ന് അവളെ കരഞ്ഞോണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത് കണ്ടോരുണ്ടല്ലോടാ. മര്യാദക്ക് നീയൊക്കെ സത്യം പറയണോ അതോ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ? വേണ്ട സാർ, ഞാൻ പറയാം. അച്ഛനമ്മ ടൂർ വരിക്കടാ. എങ്ങോട്ടാ? മണാലി. ബ്യൂട്ടിഫുൾ പ്ലേസ് അറിയാം. എന്നല്ല മണാലി. നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് പൊളിക്കണം. ആരാ ഈ സമയത്ത്? എല്ലായിടത്തും മാറ്റേ. എല്ലാം ഓക്കെ അല്ലേ? ആ അനഘ, നീ വന്നല്ലേ? വാ. എല്ലാം ഞാൻ അറിഞ്ഞു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലേ? എനിക്ക് വരാൻ പറ്റില്ല. കഴിഞ്ഞു പ്രണോയ്, എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. ഇവരിവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട, നമ്മൾ രണ്ടും മതി. ഇനി പറ, എന്താ പറയാ? പ്രണോയ്, എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഇപ്പൊ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. വിവാഹം കഴിക്കുമെന്ന് വെച്ച് ഒരു പെണ്ണിന് വിലപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിച്ചു. എനിക്ക് ഇപ്പോൾ ആകെ ആശ്രയം നീ മാത്രമേ ഉള്ളൂ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. പോകാൻ വേറെ ഇടവും ഇല്ല. എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടു പ്രണോയ്. എത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ വിഷമിക്കാതിരിക്കും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ആകെ വിയർക്കുന്നുണ്ടല്ലോ, നീ ഇവിടെ ഇരിക്കും. ഞാൻ കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം. കുടിക്ക്, മനസ്സൊന്ന് നടക്കട്ടെ. അയ്യോ പ്രണോയ്, തല ഇറങ്ങുന്നു. അനഘ, എന്തു പറ്റി? എന്താ അനഘ? പ്രണോയ്, അനഘ, അനഘ, വാടാ
മക്കളെ വാ. അവളുടെ കിടപ്പ് കണ്ടടാ. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു വന്നവള്. ഇനി നമ്മൾ 3 പേരിൽ ആരെ വിവാഹം കഴിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കട്ടെ. എന്റെ കുട്ടി അപാരം. നിന്റെ പാരൻസ് ടൂർ പോയത് എന്തായാലും നന്നായി. പൊക്കടാ അവളെ ബെഡ്റൂമിലേക്ക്. സാർ, അനഘലക്ഷ്മിയോട് സംസാരിച്ചിട്ട് വരികയാണ്. കുട്ടിയൊന്നും പറയുന്നില്ല. ഞങ്ങളൊരു 5 ലക്ഷം രൂപ കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് സാർ. സാർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിപ്പിച്ച് ഇതൊന്ന് കോംപ്രമൈസ് ആക്കി തരണം സാർ, പ്ലീസ്. ഇത് അപേക്ഷയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഈ കാര്യം എൻ്റെ സ്റ്റേഷനിൽ വെച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അനഘലക്ഷ്മിയോട് സംസാരിച്ചിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്തോളൂ. സാർ അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലകപ്പെട്ടിരിക്കുകയാണ്. സഹായിക്കണം സാർ. എനിക്ക് ചില പരിമിതികളൊക്കെയുണ്ട് ഈ കേസിൽ ഇടപെടുന്നതിന്. പിന്നെ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ തിരിച്ചു കിട്ടുമോ? നിങ്ങളുടെ മക്കൾ നശിപ്പിച്ച ആ കുട്ടിയുടെ ചാരിത്രശുദ്ധി ഇതുകൊണ്ട് തിരിച്ചു കിട്ടുമോ? ഇതെല്ലാം ഓർമ്മയുണ്ടായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എന്നും. സർ, അനഘലക്ഷ്മിയെ പണം കൊടുത്ത് ഞങ്ങൾ ഒഴിവാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ മോളെ ഒരിക്കലും ഞങ്ങൾ കൈവടിയില്ല. ഇനിയും ആ കുട്ടിയെ ഞങ്ങൾ സഹായിക്കും. പണമായിട്ടും മറ്റു തരത്തിലും ആവശ്യം അറിയിച്ചാൽ മതി. സർ, ഞങ്ങളെ വിശ്വസിക്കണം. ശരി ശരി, സെറ്റിൽമെൻ്റ് എല്ലാം നിങ്ങൾ തമ്മിൽ. അനഘലക്ഷ്മിയുടെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് വരൂ. ചെല്ലൂ. സർ, ഇത് നാളെ ഏജിസ് ഓഫീസിൽ ഹാജരാക്കേണ്ട റിപ്പോർട്ടാണ്. ശരി. സർ, ഞാൻ ഹാഫ് ഡേ ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, നിങ്ങൾ ലീവിന് അപേക്ഷ കൊടുത്തിരുന്നല്ലേ? ഫിലോമിന ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ലേ? ആ, ഉണ്ട് സർ. ശരി, നിങ്ങൾ പോയിക്കോളൂ. സർ, അനഘ, ഇരിക്കൂ. ആ, എന്താ അനഘ? സർ, ഞാൻ പുറത്തു പോയപ്പോൾ അവരുടെ പാരൻസ് വന്ന് എന്നോട് മാപ്പ് ചോദിച്ചു. ഇത് കേസാക്കരുതെന്നും എത്ര പണം വേണമെങ്കിലും തരാമെന്നും പറഞ്ഞു. മറ്റെന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അവർ പറയുന്നത്. എന്നിട്ട് അനഘ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ സാർ? എൻ്റെ നാവ് പൊന്തുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്തിനാ പണം? എനിക്കെന്ത് ജീവിതം ഇനി? അനഘ, നിന്റെ ഉള്ളിൽ ഇപ്പോഴും മരിക്കണമെന്നുള്ള ചിന്തയാണോ? അത് ഭീരുക്കളുടെ ചിന്തയാണ്. നിന്റെ ജീവിതം തകർത്തവരോട് നീ ഒരു മാതൃകയായി ജീവിച്ച് പ്രതികാരം ചെയ്യണം. എങ്ങനെ ജീവിക്കണമെന്ന് ഒരെത്തും പിടിയില്ലാത്ത എനിക്ക് അതിനെങ്ങനെ കഴിയും സാർ? നിനക്ക് കഴിയും, നിനക്ക് കഴിയണം. അനഘ, നീ കോളേജ് വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ? ധൈര്യമായിട്ടിരിക്കും. നിന്റെ കൂടെ ഞാനുണ്ടാവും, ഏതിനും എന്തിനും എപ്പോഴും. മയക്കുമരുന്നാണ് നിന്റെ ജീവിതം തകർത്തത്. മയക്കുമരുന്നിന് അഡിക്റ്റായ ഒത്തിരി പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ കുറെ പേരെയെങ്കിലും ഈ വിപത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം ഇനിയുള്ള നിന്റെ ജീവിതം. ഞാൻ ശ്രമിക്കാം സാർ. വെരി ഗുഡ്. പിന്നെ തനിക്ക് താമസിക്കാൻ ഇടം വല്ലതുമായോ? ഇല്ല, എവിടേക്ക് പോകുന്നുള്ളൊരു ചിന്തയിലാണ് സാർ. താൻ ബേജാറാകണ്ടോ. തനിക്ക് താമസിക്കാൻ ഒരിടം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരണാലയത്തിന്റെ വാർഡൻ എൻ്റെ ഫ്രണ്ടാണ്, കൃഷ്ണലത. അവരോട് ഞാൻ തൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ താമസിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ആ ശരണാലയത്തിൽ നിന്നാണ് എൻ്റെ 2ാം ജന്മം ആരംഭിക്കുന്നത്. മോളെ, എന്റെ ഗുളിക തന്നില്ല. ഇപ്പൊ വരാ. മോളെ, അമ്മുമ്മയൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. ദാ വരുന്നു. ചേച്ചി, ചേച്ചിയെ പറ്റി ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ. ആണോ? എന്താ എന്നെ പറ്റി നീ ചിന്തിച്ചത്? ചേച്ചിയെ പറ്റി ഒരുപാട് ചിന്തിക്കാനുണ്ടല്ലോ. അതെയോ? ഇരിക്ക്. ശരണാലയത്തിൽ എനിക്ക് അഭയം തന്നത് മുതലേ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ എന്നെ കൊണ്ടുപോകുന്നതുവരെ എത്രയെത്ര കാര്യങ്ങൾ. നീ ഇരിക്കാനൊക്കെ. പിന്നെ നിന്റെ ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ലഹരിക്ക് അഡിക്റ്റ് ആയവരിൽ വല്ല മാറ്റവും കാണുന്നുണ്ടോ? ചേച്ചി, സത്യം പറയാം, എനിക്ക് സങ്കടമാ തോന്നുന്നത്.
ചർച്ചകളും പ്രസംഗങ്ങളുമായി നമ്മൾ നടന്നിട്ട് ഈ അഡിക്റ്റ് ആയവരിൽ ഒരു മാറ്റവും കാണുന്നില്ല. ചേച്ചി പരിചയപ്പെടുത്തി തന്ന ചില പഞ്ചായത്ത് മെമ്പേഴ്സുമായിട്ട് ഞാൻ നേരിട്ട് നാട്ടിലേക്ക് ഇറങ്ങി. അപ്പ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പോയി. ഓ, ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുത്ത ആളുകൾ കള്ളും കഞ്ചാവും അടിച്ച് ആടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അതിലും നാണക്കേടുണ്ടാക്കുന്ന വേറെ കുറെ കാഴ്ചകളുണ്ട്. ഹോ, എനിക്ക് വിശക്കുന്നു, എനിക്ക് നിനക്ക് കഴിക്കാന്താ, എനിക്ക് വിശക്കണ്. ഈ വാതിലൊന്ന് തുറക്ക്, ഈ വാതിലൊന്ന് തുറക്കാൻ. അയ്യോ എന്റെ മാല, എടാ ദുഷ്ട, എന്റെ മാല താടാ. അയ്യോ എന്റെ കൊല്ലണേ, ഓടി വരണേ, രക്ഷിക്കണേ, വിടണം, എന്റെ മുടിന്ന് വിടറ. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്ഷീണം മാറാൻ ഞാൻ ഇത്തിരി കുടിച്ചുപോയി. അതാ തെറ്റ്. മൂദേവി, ഇതൊന്നും 2 ദിവസമല്ല, എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ. കുറച്ചൊന്നും അല്ലല്ലോ കുടിക്കണത്, മത്താവുന്നവരല്ലേ കയറ്റണത്. ഇപ്പൊ കഞ്ചാവും വലിച്ചു കയറുന്നുണ്ട്. വീട്ടിലൊന്നും 1 രൂപ പോലും തരൂല. ഞാൻ വേല എടുത്തിട്ട് വേണം കൊച്ചിങ്ങൾക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കാനായിട്ട്. എന്നും അടി ഇടിയും ബഹളോ. എനിക്ക് മടുത്ത്. എന്റെ ഈശ്വര, ഈ ഒഴിയാബാധയെ എത്രയും വേഗം മേലോട്ടെടുക്കണേ. എന്താടാ ഒരു ലൈൻ ഇട്ടല്ല. പെങ്ങളില്ലകത്ത് അവളൊന്നും വരില്ലടാ. ഓക്കെ. അതെ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാഴ്ചകളാണോ ഇതൊക്കെ? കഷ്ടം. അനഘേ, നമ്മുടെ നാടിന്റെ ഈ പോക്കിത് എങ്ങോട്ടാ? ഇത് തുടരാൻ പാടില്ല. ഇത് തടയാൻ എന്താ മാർഗം? മാർഗമുണ്ട് ചേച്ചി. നമ്മുടെ നാട് മയക്കമരുന്നിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ്. പഞ്ചായത്ത് തലങ്ങളിൽ കടുത്ത നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനെ പിടിച്ചു കിട്ടാൻ പറ്റുള്ളൂ. ഓ, അപ്പൊ പറയൂ അനഘ, ഇതിനെന്താണ് ഒരു പോംവഴിയുള്ളത്? ഉണ്ട് ചേച്ചി. ഞാൻ പറയാൻ പോകുന്ന നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ചില പഞ്ചായത്ത് അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാ. അവർക്ക് ഒരു കുഴപ്പവുമില്ല. ഇതെല്ലാം പ്രാക്ടിക്കലാണോ? ഇതെല്ലാം ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്നതല്ലേ? ഇതെല്ലാം ജനങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം. പിന്നെ ഇപ്പൊ ഈ കടുകട്ടി നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ പറ്റൂ. എൻ്റെ മനസ്സിലുള്ള ചില നിർദ്ദേശങ്ങൾ പറയാം. ഇത് നടപ്പാക്കാനായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ ഒരു ഇച്ചിങ് സ്ക്വാഡ് രൂപീകരിക്കണം. ഈ ചൊറിഞ്ഞിനും കൊടുക്കുകയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, ഭയങ്കര ചൊറിച്ചിലാ. ഈ കള്ളും കഞ്ചാവും അടിച്ചിരിക്കുന്നവരുടെ ദേഹത്ത് ഇത് കൂടെ കൂടെ സ്പ്രേ ചെയ്താൽ ചൊറിച്ചിൽ കാരണം ഒന്നില്ലെങ്കിൽ ഇവമാർ ഇവിടെ നിന്ന് ഓടിപ്പോവും, അല്ലെങ്കിൽ ഇവമാർ നന്നാവും. ഇനി പ്രഷർ ടാക്ടീസ് ആയിട്ട് സ്വീകരിക്കാവുന്ന ചില നടപടികളുണ്ട്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്കും ഒരു പൊതു സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നൽകരുത്. നിലവിലുള്ളവരെ പിരിച്ചും വിടണം. അസുഖങ്ങൾ വരുമ്പോൾ ഇത്തരക്കാർക്ക് ഒരു ആശുപത്രിയിലും ചികിത്സ കൊടുക്കരുത്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പഠിപ്പിക്കരുത്. നിലവിലുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ടീസ് കൊടുത്ത് പറഞ്ഞും വിട്ടേക്കണം. ഈ നിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ആനുകൂല്യങ്ങളും സേവനങ്ങളും നിർത്തലാക്കണം.
അവരുടെ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യാൻ ഉത്തരവിടണം. ഇതെല്ലാം നടപ്പാക്കാൻ പറ്റിയാൽ നമ്മുടെ നാടിനെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചേച്ചി ഒരു പഴമൊഴി കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരുമേലും കായ്ക്കും. ശരിയാണ് അനഘേ, ഇത്തരം ഭീഷണ സാഹചര്യങ്ങളെ നേരിടാൻ അല്പം കടുകട്ടി നടപടികൾ എടുത്തേ പറ്റൂ. ഞാനിത് പ്രസിഡന്റിനോടും മെമ്പേഴ്സിനോടും പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പറയാം. ഇപ്പോഴത്തെ നാടിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആരും എതിര് പറയാൻ നിൽക്കില്ല. പിന്നെ കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ അനഘ അതിൻ്റെ ചെയർപേഴ്സൺ ആകണം. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തലത്തിൽ നിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കാം. എന്നാൽ ശരി അനഘ, എല്ലാം പറഞ്ഞ പോലെ ഞാൻ എന്നാ ഇറങ്ങാം. അങ്ങനെ ആയിക്കോട്ടെ ചേച്ചി. വാ സാറേ, മേഡം എത്താന്നോ, ഞാൻ വിളിക്കാം. സാറേ ഇരിക്കും. ശരി. മേഡം, ദേ മേഡത്തെ കാണാൻ ഒരു സാറ് വന്നിരിക്കണം. സാറേ, ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, മേഡം ഇപ്പോൾ വരും. ശരി ശരി. അനഘ ഇപ്പം എങ്ങനെയുണ്ട് ഇവിടെ? സാറേ, അനഘ മേഡം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാ. ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ അപ്പം വിളിച്ചുകൊണ്ടിരിക്കും. അയ്യോ, സാറായിരുന്നോ? ആ, എത്ര നാളായി സാറിനെ കണ്ടിട്ട്. ഞാൻ എത്രമാത്രം തിരക്കിന്നറിയോ? ഒട്ടും പ്രതീക്ഷയില്ലല്ലേ? ഇല്ല സാറേ. ഞാൻ അന്ന് ട്രാൻസ്ഫർ ആയി പോയതല്ലേ. പിന്നെ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഓട്ടമല്ലേ. അനഘയ്ക്ക് എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? സുഖം. സാറിന്റെ കരുണ കൊണ്ടല്ലേ ഇതെല്ലാം. ജോബേട്ട, ഇത് ആരാണെന്ന് അറിയാമോ? പിന്നെ സാറിനറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ പഞ്ചായത്തിൽ? സാറ് നമ്മുടെ പഴയ SI സാറല്ലേ? ഈ സാറാണ് എൻ്റെ ഗോഡ് ഫാദർ. എനിക്ക് 2ാം ജന്മം നൽകിയ സാർ, ജീവാനന്ദൻ സാർ. ഓ, ഈ സാറിനെ കുറിച്ചാണല്ലേ മേഡം എപ്പോഴും പറയാറ്. ഇടോ, താൻ ഇരിക്കടോ, താനാകെ മാറിപ്പോയല്ലോടോ. 10-22 വർഷമായില്ലേ സാറേ? പിന്നെ ഞാൻ വന്നത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറിൽ അനഘയുടെ ഒരു ക്ലാസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് അനഘയ്ക്ക് വരാൻ പറ്റുമോ? എനിക്കിഷ്ടമാണ് സാർ, ഞാൻ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പ്രിയമുള്ളവരെ, അങ്ങനെ ലഹരി മുക്തമായ ഒരു ജനതയെ വാർത്തെടുക്കാൻ ഞാൻ എൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അവസാനമായി നമ്മളെല്ലാവരും കൂടി ഒരു സത്യപ്രതിജ്ഞ ചൊല്ലി നിർത്തുകയാണ്. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കും കുടുംബാംഗങ്ങൾക്കും മറ്റു സഹജീവികൾക്കും ശല്യവും നാശവും മാത്രം വിതയ്ക്കുന്ന മദ്യവും മയക്കുമരുന്നുകളും ഇനി മുതൽ ഉപയോഗിക്കില്ലെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.